ആദർശ് ഉറക്കായിരിക്കും കേട്ടോ. നയനയും ഉറക്കാണ്. അങ്ങനെ രണ്ടുപേരും ഏകദേശം നല്ല സ്നേഹത്തിലൊക്കെ ആയൊരു സമയത്തുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇത്. അങ്ങനെ ആദർശ് ഉറങ്ങുന്ന സമയത്ത് ആദർശ് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുകയാണ് കേട്ടോ ഉറക്കത്തിൽ. ഇത് കേട്ട് ഞെട്ടി എണീക്കുകയാണ് നയന. പെട്ടെന്ന് നയന ലൈറ്റ് ഇടുന്നുണ്ട്. ആദർശ് നല്ല ഉറക്കമായിരിക്കും. ആ ഉറക്കത്തിൽ ആദർശ് പറയുന്നുണ്ട്, നയന നീ 2 ദിവസം എന്നെ വിട്ടുപോയപ്പോൾ പോലും എനിക്ക് ആ ഒരു വിരഹം താങ്ങാൻ കഴിയുന്നില്ലായിരുന്നു. എനിക്കറിയില്ല, പക്ഷെ നീ വന്ന സമയത്ത് എനിക്കുണ്ടായ സന്തോഷവും ആരോടും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സ് തുറന്ന് ഇങ്ങനെ പറയാണ്. മുത്തശ്ശനും വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്, എൻ്റെ ഉള്ളതും തന്നെയാണ് സ്നേഹിക്കുന്നത്. പക്ഷെ നീ അത് മനസ്സിലാക്കുന്നില്ലല്ലോ. എൻ്റെ അമ്മയാണെങ്കിൽ പോലും എന്നെ എപ്പോഴും ശകാരിക്കാറുണ്ട് നിങ്ങളുടെ മിണ്ടുന്നതിനും നിന്നെ സ്നേഹിക്കുന്നതിനൊക്കെ. പക്ഷെ അമ്മ അറിയാതെ മറ്റാരും അറിയാതെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ മാത്രമേ ഉള്ളൂ നയന എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്നേഹപ്രകടനമൊക്കെ ഉറക്കത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നയന ഇതെല്ലാം തന്നെ ഫോണിൽ ഷൂട്ട് ചെയ്യാൻ കേട്ടോ. കാരണം രാവിലെ എണീച്ചതൊന്നും ആദർശ് സമ്മതിച്ചു കൊടുക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നയന ഇതെല്ലാം ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് എന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. എന്നിട്ട് നയന പറയുന്നുണ്ട്, ആഹാ ഇത്രയ്ക്കും സ്നേഹമൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചിട്ടാണല്ലേ എന്നോട് യാതൊരു സ്നേഹമില്ലാത്തതുപോലെ പെരുമാറിയത് എന്ന് നയന ഇങ്ങനെ ആ സമയത്ത് തന്നെ സ്വന്തമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങളെ. ഈ വീഡിയോ കൊണ്ട് ഞാനൊരു കളി കളിക്കാൻ പോവാണെന്നൊക്കെ നയന പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ ഓഫാക്കി വെച്ച് നയന കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പം നയന പറയാണ്, ഒരാൾക്കുണ്ടല്ലോ ആദർശേട്ടാ ഉറക്കത്തിലെ സംസാരിക്കുന്ന സ്വഭാവമുണ്ട്. ആരാങ്ങനെ ഉറക്കത്തിൽ സംസാരിക്കുന്നേ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ, അതെ എൻ്റെ ഭർത്താവിനാന്ന് പറയുന്നുണ്ട്. ഓഹോ നീ എന്നെ കളിയാക്കല്ലേ, ഞാൻ പണ്ട് ഉറക്കത്തിൽ കൂർക്കം വലിച്ചു എന്ന് പറഞ്ഞ് നീ എല്ലാവരോടും പറഞ്ഞ് എന്നെ ആകെപ്പാട് നാറ്റിച്ചു. ആ സ്വഭാവമൊക്കെ എന്നെ മാറി. ഇനി അടുത്ത പരിപാടി കൊണ്ട് ഇറങ്ങിയേക്കുവാണോ ഉറക്കത്തിൽ ഞാൻ സംസാരിച്ചു എന്നും പറഞ്ഞ്. ആദർശേട്ടൻ്റെ സംശയമാണെങ്കിലേ ഇതായത് നോക്ക് എന്നും പറഞ്ഞിട്ട് നയന ഫോണ് കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ്, നയന നീ ഇല്ലാത്ത ജീവിതം എനിക്ക് പറ്റില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഒരിക്കലും നിന്നെ വിട്ട് പിരിയില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് നയന വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട ആദർശം ഞെട്ടാണ്. ഇത് ഞാൻ നല്ലത് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഓഹോ രാത്രിയിൽ ഞാൻ കുത്തിയെന്നെടുത്ത വീഡിയോ ആയ ഇത് കള്ളത്തിലാണെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ല നീ എന്തിനാ ഇത് വീഡിയോ എടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല ആദർശിട്ട മനസ്സ് തുറന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യമല്ലേ, എനിക്കതിന് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റുമോ? ആദ്യമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ വായിൽ നിന്ന് കേട്ടതല്ലേ എന്നെ ഇഷ്ടമാണെന്ന്. അപ്പം മനസ്സിൽ എന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ, എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, എല്ലാം ഉള്ളിൽ ഒതുപ്പിച്ച് വെച്ചേക്കായിരുന്നല്ലോ, പക്ഷേ ഇപ്പോൾ അത് പുറത്തായല്ലേ, അതിൻ്റെ ചമ്മൽ മുഖത്ത് കാണാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആവശ്യമൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അല്ല നീ എന്തിനാ വീഡിയോ ആയിട്ട് സൂക്ഷിച്ചേക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെയുണ്ട്, പിന്നെ നിങ്ങളുടെ അമ്മേനെ എനിക്കിതൊന്ന് കാണിക്കണമെന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ്, അമ്മേനെയോ നിനക്കെന്താ വട്ടുണ്ടോടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ എനിക്ക് വട്ട് തന്നെയാ, നിങ്ങളുടെ അമ്മ എന്നോട് പറഞ്ഞത് ഞാനിവിടെ നിങ്ങളുടെ വെറും വേലക്കാരി മാത്രമാ, എനിക്ക് വീട്ടിൽ യാതൊരു റോളും ഇല്ലാന്നൊക്കെ. ആ അമ്മേനെ എനിക്കൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ എൻ്റെ ഭർത്താവിനോട് സ്നേഹമുണ്ടെന്നും എൻ്റെ ഭർത്താവ് ചെയ്തതാണ്, എൻ്റെ ഭർത്താവ് എന്നോട് സ്നേഹത്തോടെ പറഞ്ഞാണ് ഇതൊക്കെയെന്ന് ഈ വീഡിയോ എനിക്ക് അവരെ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. വെറുതെ ആവശ്യത്തിൽ പറയൊന്നും ചെയ്യില്ല കേട്ടോ. പിന്നെ അമ്മയോട് മിണ്ടില്ല. അപ്പോഴേക്ക് നയന ചോദിക്കുകയാണ്, നാണമില്ലല്ലോ സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നത് അമ്മയുടെ അവകാശം കിട്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും, അതെ ഇവിടെ അങ്ങനെ തന്നെയാ, കാരണം എൻ്റെ അമ്മ എനിക്കെല്ലാം, അതുകൊണ്ട് അമ്മ പറഞ്ഞേ ചെയ്യുള്ളൂ. അമ്മ നിന്നെ സ്നേഹിക്കാൻ പാടില്ലെന്ന് പറഞ്ഞേക്കുന്നേ, ആ സമയത്ത് നീ വീഡിയോ കൊണ്ട് കാണിച്ചാൽ ആകെപ്പാട് വിഷയമാകും കേട്ടോ ഒന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, എന്തായാലും ഞാനത് കാണിച്ചിട്ടേ ഉള്ളൂ, എനിക്ക് ഈ വീട്ടിൽ യാതൊരു വിലയുമില്ല, ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണെന്നാ നിങ്ങളുടെ അമ്മ പറഞ്ഞേക്കുന്നേ, അതെനിക്കൊന്ന് മാറ്റണമല്ലോ എന്ന് പറയുന്നുണ്ട്. നയന ആവശ്യത്തെ പണി കാണിക്കില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഇല്ല ഞാൻ ഈ വീഡിയോ കൊണ്ട് കാണിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നയന ഫോൺ എടുത്തോണ്ട് ഓടുന്നുണ്ട്. അങ്ങനെ ഓടുന്ന വഴിക്ക് ആദർശ് നയനയുടെ തട്ടി മറിഞ്ഞ് വീഴുന്നുണ്ട്. അങ്ങനെ ആദർശിന്റെ മുകളിൽ ഇങ്ങനെ നയന വീണെടുക്കാണ്. അപ്പോഴേക്കും ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ദേവേനെ കയറി വന്നിട്ട്, നാണക്കേട് നിനക്ക് എന്താണ് ഈ അഹങ്കാരം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, എന്താ അമ്മയ്ക്ക് എന്താ കുഴപ്പം, കാല് തട്ടി ഞങ്ങൾ വീണതാണെന്ന് പറയുന്നുണ്ട് നയന. ഈശ്വര ഇവിടെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ജലജയം വരുന്നുണ്ട്. എൻ്റെ ചേച്ചി ഇവർക്ക് എപ്പോഴും ഇത് തന്നെയാണ് പണി, ചേച്ചീനെ ഇവർ കബളിപ്പിക്കുക, കാരണം ഇവർ തമ്മിൽ യാതൊരു സ്നേഹമില്ലെന്നാണല്ലോ ചേച്ചിയോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനൊന്നുമല്ല സത്യം, ഇവനും ഇവളും തമ്മിൽ യഥാർത്ഥ സ്നേഹം തന്നെയാ, അത് പലതവണ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് എന്നിട്ട് ചേച്ചിനെ ഇവൻ കബളിപ്പിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനെ പറയാണ്, നീ പറഞ്ഞ പോലൊന്നുമല്ല എൻ്റെ മോൻ ഒരിക്കലും ഇവളെ സ്നേഹിക്കില്ല, ഇവളീ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്ന വേലക്കാരി മാത്രം, അതുകൊണ്ട് എൻ്റെ മോനെ ഒരിക്കലും ഇവനെ സ്നേഹിക്കില്ല, ഇവളെ സ്നേഹിക്കില്ല എന്നൊക്കെ ദേവേനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും
അങ്ങോട്ട് നയനെ പറയുന്നുണ്ട് ആദർശിനോട്, ആദർശേട്ടാ നിങ്ങളുടെ അമ്മയുടെ നാക്ക് കുറച്ച് വെച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ വീഡിയോ പ്ലേ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ദേവിയോട് പറയാണ്, അതെ അമ്മേ എന്താ അമ്മ പ്രശ്നം, ഇവിടെ ആയിട്ട് ഇറങ്ങി വന്നപ്പം കാല് തട്ടി വീണതാ, അല്ലാതെ ഇവിടെ വേറെ സീനൊന്നും ഉണ്ടായില്ലല്ലോ, അത് നിങ്ങൾ ആവശ്യത്തെ ടോക്കൊക്കെ എന്തിനടുത്തിടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല മോനെ, നീ ഇപ്പൊ പറ, അവളുടെ മുമ്പിൽ വെച്ചും ദായി ജലജ മുമ്പിച്ചും പറ, അവളെ നിനക്ക് ഒട്ടും സ്നേഹമില്ലെന്ന് പറ, നീ ഭാര്യട്ട് അംഗീകരിച്ചിട്ടില്ലെന്ന് പറയടാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയനെ പറയാണ്, അതെ ഇപ്പോഴെങ്ങാണ് നിങ്ങൾ എന്നെ ഇഷ്ടമില്ലെന്നോ സ്നേഹമില്ലെന്നോ പറഞ്ഞ ഇപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ ലീക്കാക്കും എന്ന് പറയുന്നുണ്ട്. നയന ചതിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങളുടെ അമ്മയോട് പറ, എനിക്ക് ഇവിടെ ഇഷ്ടമാണെന്ന് പറ എന്ന് പറയുന്നുണ്ട്. ആദർശ് മനസ്സിൽ കയറിയാണ്, ഈശ്വര ചെകുത്താനും കുരിശിലും നടുക്കപ്പെട്ട അവസ്ഥയായല്ലോ എൻ്റെ, ഞാൻ ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആദർശ് മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ആദർശ് മോനെ, നീ എന്തിനാ മടിച്ചു നിൽക്കുന്നേ, നീ പറ, ഒരിക്കലും ഇവളെ അംഗീകരിച്ചിട്ടില്ല എന്ന് പറ, നിന്റെ വെറും വേലക്കാരി മാത്രമേ ഇവളെന്ന് പറയടാ, അങ്ങോട്ട് വാ തുറന്ന് പറ എന്ന് പറയുന്നുണ്ട്. ജലജ് പറയാണ്, കണ്ടില്ലേ ഏട്ടത്തി, അവൻ പറയില്ല, അവൻ മടിച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ദേവേനി കലിമുണ്ട്, ഓഹോ അങ്ങനെയാണല്ലേ, എൻ്റെ മോൻ പറഞ്ഞിരിക്കും, പറ ആദർശേ പറ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും പുറകെ ഇരുന്ന് നയന, പറ ആദർശട്ടാ പറ, എന്നിട്ട് വേണം എനിക്ക് വീഡിയോ കാണിക്കാൻ, പറ പെട്ടെന്ന് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓ എല്ലാവരും കൂടി എന്നെ പ്രാന്തിരിപ്പിക്കുമല്ലോ, എല്ലാവരും ഒന്ന് വിടാമോ, എന്നെ ഒന്ന് വെറുതെ വിട്, ഞാൻ എങ്ങോട്ടെല്ലാം ഇറങ്ങി പോവാന്ന് പറഞ്ഞിട്ട് ആദർശ പെട്ടെന്ന് തടുതപ്പി ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, കണ്ടില്ലേ ഏട്ടത്തി, ഏട്ടത്തിന് മറുപടി അറിയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാ അവൻ ഇറങ്ങിപ്പോയത്, അവൻ ഇറങ്ങി ഓടിയത് കണ്ടില്ലേ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടൊന്നും അല്ല, ഇവളുടെയൊക്കെ മുമ്പിൽ വെച്ച് എന്തിനാ അമ്മയുടെ തട്ടിക്കറിനെന്ന് ഓർത്തിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദേവേനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നയനെ പറയാണ്, കേട്ടോ അപ്പച്ചി, ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് ആദിശേട്ടനെ ഒട്ടും ഇഷ്ടമില്ലാന്ന്, പക്ഷെ അങ്ങനൊന്നും അല്ല, ആദിശേട്ടനെ എന്നോട് ഭയങ്കര ഇഷ്ടം, അതിന് തെളിവ് ഈ ഫോണിലുണ്ട്, അത് കാണിക്കുമെന്ന് ഞാൻ ആദിശേട്ടനെ പറഞ്ഞപ്പോഴാണ് ആദിശേട്ടൻ പേടിച്ചിറങ്ങി ഓടിയെന്ന് പറയുന്നുണ്ട്. ഫോണിലോ, എന്ത് തെളിവാ? അപ്പൊ നയനെ പറയാണ്, അതെ ഞങ്ങളുടെ ഒരു വീഡിയോയാ, അത് കാണുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ, ഛേ നാണമില്ലേ, ഇതൊക്കെയാണ് നീ വീടെടുത്ത് വെക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയാണ്, ഇവളതും ചെയ്യും ഇതിലപ്പുറം ചെയ്യുന്ന കൂട്ടത്തില എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ജലജ ആണെങ്കിലും ചേ നാണം കിട്ടവൾ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പൊ നയന പറയാണ്, ചെല്ല ഇനി ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തരുന്നുണ്ട്, അമ്മയുടെ മോന് എന്നോട് സ്നേഹമാണെന്ന് അമ്മയുടെ മുമ്പ് വെച്ച് തുറന്നു പറയും, അതിനുള്ള എല്ലാ പരിപാടിയും ഞാൻ ഒപ്പിക്കുന്നുണ്ട് എന്നൊക്കെ നയന ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആദർശാണല്ലേ തല പോകഞ്ഞ് ഹാളിൽ പോയി ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജയമന്ദര് ചോദിക്കുകയാണ്, അല്ല എന്താടാ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ പൊന്നച്ച ഒന്നുമില്ല, ഞാൻ ചെകുത്താനെയും കടലിനെ നടുക്കുവിട്ട അവസ്ഥയിൽ ഇനി ഇരിക്കാം, എത്രയും പെട്ടെന്ന് ഓഫീസ് ടൈം ആയിരുന്നെങ്കിൽ അങ്ങോട്ട് പോവായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആദർശിങ്ങനെ ഇരിക്കുകയാണ്. ഇതിന് മാത്രം ബുദ്ധിമുട്ട് ഇവിടെ എന്താടാ ഉണ്ടായെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ. ഒന്നുമില്ല മുത്തശ്ശ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടും ചെന്ന് ജലജ പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല അച്ഛാ, ഇവന്റെ ഭാര്യയ്ക്കും അമ്മയുടെയും ഇടയിൽ നിന്ന് കിടന്ന് നട്ടും തിരിയുക. അമ്മ പറയുന്നു ഭാര്യനെ ഇഷ്ടമില്ല, ഭാര്യ വെറും വേലക്കാരിയാണെന്ന് പറയാൻ. അപ്പോഴേക്കും നയന സാടിയെന്ന് എന്തോ ഒരു ബോംബെയിൽ കാണിച്ചിട്ട് അങ്ങനെ പറഞ്ഞാല് ഞാൻ ഈ വീഡിയോ ലീക്കാക്കെന്ന് പറഞ്ഞ് അവള് ഭീഷണിപ്പെടുത്തുക. അങ്ങനെ ആദർശ് രണ്ടിന് നടുക്കിടന്ന് വട്ടം തിരിയാണെന്ന് ജലജ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താണ് ആ വീഡിയോ, എന്ത് ലീക്ക് ചെയ്യുന്ന അവൾ പറഞ്ഞെന്ന് ചോദിക്കുമ്പം മുത്തശ്ശ അതൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ആദർശ് ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേവേനി പറയാണ്, വന്ന് ഇതിനൊന്നും യാതൊരു കൾച്ചറില്ലാത്ത അവസ്ഥയിലായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശനൊക്കെ ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.